കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ചുറ്റുപാടുള്ള എന്തും റീലുകൾക്ക് കണ്ടന്റാകുന്ന വർത്തമാനകാല സമൂഹത്തിന്റെ നേർക്കാഴ്ചയുമായി ഞങ്ങൾ ആരംഭിക്കട്ടെ. മാലിന്യവും മാന്യന്മാരും ഒരു ഇറർ മെയിൽ. ടൈം എത്രയായി? അല്ല, എന്റെ വാച്ചിലും കുട്ടിയുടെ വാച്ചിലും സെയിം ടൈമാണോ എന്ന് അറിയാൻ വേണ്ടിയായിരുന്നു. എക്സ്ക്യൂസ് മീ കുട്ടി, ഈ റോഡ് എങ്ങോട്ടാ പോകുന്നത്? ഈ റോഡ് എന്താ മോനെ? അല്ല, ഈ റോഡ് എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിച്ചായിരുന്നു. മോനെ, 10-20 കൊല്ലമായിട്ട് ഞാൻ അവിടെ ജീവിക്കുന്നു. ഇന്നേ വരെ ഈ റോഡ് എവിടേക്കും പോയാൽ കണ്ടിട്ടില്ല. രാവിലെ തന്നെ ഓരോരുത്തർ ഇറങ്ങിക്കൊണ്ട് ഹെഡ്സെറ്റ് ഒക്കെ വെച്ചിട്ട് മനുഷ്യനും മെനക്കെടുത്ത് മഞ്ഞ ഇയാളെന്താ ഓഫീസ് മീറ്റിങ്ങിന് പോകണം? ഇല്ലെന്തോ പുല്യം. വേദാന്തം കയ്യിൽ മാലിന്യത്തിൽ ഭാണ്ഡം. ഇതാരാ അടുത്താള്? തിരക്കൂട്ടണം. ഏത് ടീം? റീൽസ് എടുക്കാൻ വരുന്ന ടീം. നല്ല റീൽസ് എടുക്കാൻ പറ്റിയ സ്ഥലം. റീൽസിന്റെ നല്ല പറ്റിയ ബാക്ക്ഗ്രൗണ്ട് ആണ്. ഇതല്ലേ ഇപ്പത്തെ ട്രെൻഡ് ചേട്ടാ. വീട്ടിലൊക്കെ ഇത് പാട്ടുമായിട്ട് എന്താ കാര്യം? ഹോസ്പിറ്റലിലോ റെയിൽവേ സ്റ്റേഷനിലോ എന്തിന് മെട്രോയിലോ അല്ലെങ്കിൽ എന്തിന് മരണ വീട്ടിലോ ഒരു റീച്ച് എടുത്താൽ അല്ലേ റീച്ച് കിട്ടുള്ളൂ. എന്തിനൊക്കെ വൈറലാവുള്ളൂ ചേട്ടാ. വൈറലാവണം അല്ലേ? എന്താ അതായത് ഇവിടെ മാലിന്യം നിക്ഷേപിക്കുന്ന ഏകദേശമാണ്. എന്നിട്ട് കണ്ട അവിടെ ഇഷ്ടം പോലെ മാലിന്യം കിടക്കുന്നുണ്ട്. അതിന്റെ വീഡിയോ എടുത്ത് നോക്ക്. അപ്പൊ പെട്ടെന്ന് വരണം. മലിനമായ ജലാശയം, അതിമലിനമായ ഒരു ഭൂമിയും. ഇവിടെ വന്ന് അടുത്താണ്. ഹലോ ഗൈസ്, കൊച്ചി നഗരത്തിലെ ഏറ്റവും മനോഹരമായ ഒരു വേസ്റ്റ് കൂമ്പാരത്തിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത്. Live with the waste, vlogging through the waste. എന്തൊക്കെ പെണ്ണുള്ള പറയുന്നത്? ഗൈസ്, നിങ്ങൾക്കറിയോ ഇവിടെ എന്തൊക്കെ തരം വേസ്റ്റുകളാണുള്ളത്? പച്ചക്കറി വേസ്റ്റ് ഉണ്ട്, പ്ലാസ്റ്റിക് വേസ്റ്റ് ഉണ്ട്, മെഡിക്കൽ വേസ്റ്റ് ഉണ്ട്,
കോഴി വേസ്റ്റ് ഉണ്ട്. കോഴി വേസ്റ്റ് ഉണ്ട്. അത് പറയുമ്പോ ഇനി എന്നെ നോക്കുന്നത് മോളെ അവസാനം പറഞ്ഞ സാധനല്ലേ അത് ഈ പരിസരത്ത് കുറച്ച് കൂടുതലാണ്. അല്ല പറഞ്ഞോ ധൈര്യമായിട്ട് പറഞ്ഞോ. അല്ല, നിങ്ങളുടെ നാട്ടിലും ഇത്രയധികം വെറൈറ്റി വേസ്റ്റ് ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ കമന്റ്സ് ആണ് ഞങ്ങളുടെ സപ്പോർട്ട്. കൊച്ചി. ഇവിടെ വന്നിട്ട് അവിടെ വന്നിട്ട് ആരോ നെടുമ്പാശ്ശേരി ഫ്ലൈറ്റ് ഇറങ്ങി വരുന്നുണ്ട്. എന്ത് തോന്നിയാസോടാ ചെയ്തത്? ഉളുപ്പില്ലടാ ഇവിടെ പച്ച മലയാളത്തിൽ എഴുതി വെച്ചാൽ ഹിന്ദി മാലും മലയാളം മാലും മാഫി മാഫി ഉടായ്പാണ് മലയാളം. സോറി മാഫി മാഫി ഹിന്ദി മാലും മനസ്സിലാവില്ലേ? മനസ്സിലാവും. മാഫി കേട്ടോ മനസ്സിലാവില്ല. ഭാഷ ഏതായാലും ഭൂമി ഒന്ന് തന്നെ. നീചമായ പ്രവൃത്തികൾ റെഡിക്കുലസ്. നമ്മുടെ മാലിന്യം നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഞാനിവിടെ ആദ്യം വന്നിട്ട് ഇവിടെ കൊണ്ട് വേസ്റ്റ് ഇട്ട് എന്നിട്ട് വലിയ വർത്തമാനം പറഞ്ഞാലോ? അശ്വതി ഉപദേശനാണല്ലോ താൻ. ഉപദേശിക്കാൻ എല്ലാവർക്കും പറ്റും. ഭൂമി ഇതൊക്കെയാവണം ശുദ്ധത. കിട്ടി guys, കിട്ടി കണ്ടന്റ് കിട്ടി. അടുത്ത കണ്ടന്റ് കിട്ടി. Yes. ഇവരുടെ പരിസ്ഥിതി ഞാനും ടെസ്റ്റ് ചെയ്യാൻ ഏറ്റവും അടുത്ത മാർഗം അടുത്തതായിട്ട് പരിസ്ഥിതിയാണെങ്കിൽ ഞാൻ ജയിച്ചു. റിമൈൻഡ് യു സംതിങ്. യെസ് Come on. ആർക്കൊക്കെ പറയാം കാർബൺ എന്താണെന്ന്? ആദ്യം പറയുന്നത് ഞാൻ പറയട്ടെ ബിനി? അഞ്ഞൂറ് ഞാൻ പറയട്ടെ. ഓക്കെ ഐ ആം ദി ആൻസർ. ഓക്കെ എന്താ ചോദ്യത്താണ്? എന്താണ് കാർബൺ ക്രെഡിറ്റ്? കാർബൺ ക്രെഡിറ്റ് അതായത് മോളെ കാർബൺ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാണല്ലോ ഇപ്പോഴുള്ള കാർബൺ ക്രെഡിറ്റ് കാർബൺ ക്രെഡിറ്റ്സ് അല്ല. ഇക്കാലത്തുള്ള കാർബൺ ക്രെഡിറ്റ്സ് ഇല്ലേ അതാണ് കാർബൺ ക്രെഡിറ്റ്. അതായത് തുമ്പയും തുളസിയും പിന്നെ മുഹബത്തിന്റെ മുന്തിരിച്ചാറൊക്കെ ആയിട്ടുള്ള പഴയ ഒരു മതി 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 മതി. നമുക്ക് അടുത്ത ആളോട് ചോദിക്കാം. അതായിരിക്കും എന്താണ് കാർബൺ ക്രെഡിറ്റ്? എന്താണ് കാർബൺ ക്രെഡിറ്റ്? ക്രെഡിറ്റ് ഡാഡി മമ്മി ഗൾഫിൽ ഒരുപാട് ക്യാഷ്. നോ ക്രെഡിറ്റ് ഓൺലി ഡെബിറ്റ് ആൻഡ് സംതിങ് വിച്ച് ഈസ് കറക്റ്റ് അല്ലേ? അയ്യോ അല്ല, നമുക്ക് അടുത്ത ആളോട് ചോദിക്കാം. അടുത്ത ആൾ ചോദിക്കാം. അതാണ് ഇപ്പൊ പറ്റുന്നത്. സാർ എന്താണ് കാർബൺ ക്രെഡിറ്റ്? അതാണ് ഓ തറവാടി നേരത്തെ വേസ്റ്റ് ഇട്ടത് കണ്ടു. മറ്റേ എന്താണ് കാർബൺ ക്രെഡിറ്റ്? Yes. Come on. It's like Yes. Come on, you can do it. have to be. Come on. Yes. മോളെ ബുദ്ധിമുട്ടുണ്ട് മലയാളം പറഞ്ഞു. എന്റെ ചേട്ടാ ഞാൻ എത്ര നേരം ഇവിടെ വന്ന് നിൽക്കുന്നറിയോ? ആ, ശരി. എന്റെ ഫാഷൻ ഷോന്റെ റിഹേഴ്സൽ വരെ കഴിഞ്ഞിട്ട് ഇവിടെ കുന്തം പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും ആ കണ്ടോ? എന്നിട്ടിപ്പോ വലിയ ക്വസ്റ്റ്യൻ വന്നപ്പോ എന്നോട് ചോദിക്കുക കാർബൺ എന്താ മോണോക്സൈഡ്? അങ്ങനെ ചോദിക്കു വെച്ചേ ഫുൾ സപ്പോർട്ട്. അതും മോശമായിട്ട് അത് വളരെ മോശമായിട്ട് കുട്ടിക്ക് കാർബൺ ക്രെഡിറ്റ് എന്താണ് കാർബൺ ക്രെഡിറ്റ്? എന്താണ് കാർബൺ ക്രെഡിറ്റ്? അറിയിലേക്ക് പറയണ്ട. ചോദ്യമൊക്കെ മനസ്സിലായി. ഉരുളാണ് ചോദിക്കുന്നില്ല. മൈക്ക് ഒരാൾ കൊടുക്കും. എന്താണ് കാർബൺ ക്രെഡിറ്റ്? ആക്ച്വലി എന്റെ കയ്യിൽ കുറെ ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. ആക്സിസ് ബാങ്ക്, HDFC. പക്ഷെ ഈ ക്രെഡിറ്റ് കാർഡ് കിട്ടിയില്ല. അപ്ലൈ ചെയ്തു, പക്ഷെ സാലറി കുറവായതുകൊണ്ട് കിട്ടിയില്ല. നല്ല മക്കളെ വിദ്യാഭ്യാസം ഒറ്റ ബസ് സ്റ്റോപ്പിലെ കുട്ടിയുടെ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാനായിട്ട് ഇനി വരുന്ന തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ശ്വസിക്കുന്ന വായുവിൻ കടം തീർക്കാൻ കാർബൺ ക്രെഡിറ്റ് കാർഡായി തന്നെ വേണം.
എന്താ പിള്ളേര് ഡൽഹി IIT-യിൽ നടക്കുന്ന സ്കൂൾ യൂത്ത് ഐഡിയാത്തോൺ കോമ്പറ്റീഷൻ അതിന്റെ ഫൈനലിലേക്ക് ഭവൻസ് വരുണ വിദ്യാലയയിലെ കുട്ടികൾ തയ്യാറാക്കിയ കാർബൺ ക്രെഡിറ്റിനെ കുറിച്ചുള്ള പ്രൊജക്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് അഭിമാനിക്കുന്ന നേട്ടമാണ്. ഇനിയുള്ള ഭാവിയിൽ കാർബൺ ക്രെഡിറ്റും ഒരു മാർക്കറ്റ് ആവുകയാണ്. അതിസാധാരണക്കാർക്ക് പോലും അതിന്റെ ഭാഗമാക്കാൻ ഉതകുന്ന രീതിയിലുള്ള ഒരു ചുവടുവെപ്പാണ് ഭവൻസ് വരുണയിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന ടെറാക്കോയി. നമുക്ക് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാം. കാർബൺ എമിഷൻ കുറക്കുന്നതിന് നമ്മൾ ഓരോരുത്തർക്കും സംഭാവന ചെയ്യാൻ കഴിയും. സുസ്ഥിര ജീവിതശൈലി അനുഗമിച്ച് സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ഉപേക്ഷിക്കുകയും നോൺ മോട്ടോറൈസ്ഡ് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്നിവ യാത്രക്കായി ഉപയോഗിക്കുകയും മരങ്ങൾ വെച്ചുപിടിപ്പിക്കുകയും ചെയ്താലേ നമുക്ക് പ്രകൃതിയുമായി സൗഹൃദം തുടരാനാവൂ. നമ്മൾ അനുഭവിക്കുന്ന ഈ ഭൂമിയെ അതിന്റെ എല്ലാ മനോഹാരിതയും വിഭവ സമൃദ്ധിയോടും കൂടി നമുക്ക് വരും തലമുറയ്ക്ക് കൈമാറാം. എന്താ പിള്ളേരെ കണ്ടുപഠിക്കും. ഞാനും അയ്യോ എറണാകുളം ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ തീപിടുത്തമുണ്ടായി. 4:30 തീപിടുത്തമുണ്ടായത്. തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. റിയ ബേബി സ്ഥലത്ത് നിന്ന് വിവരങ്ങൾ നൽകും. റിയ, എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്? വലിയ തീപിടുത്തമാണോ? നിയന്ത്രണ വിധേയമായോ? ഏതാണ്ട് 4:30 കൂടിയാണ് ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. വലിയ തീപിടുത്തമാണ്. ഫയർഫോഴ്സിന്റെ 4 യൂണിറ്റുകൾ അവർക്ക് അടുത്ത കണ്ടന്റായി. എന്ത് ജന്മങ്ങളാണ്! മണ്ണും വിണ്ണും മലിനമായി മാറുന്നു. മനുഷ്യ ജീവിതം റീലായി ഒടുങ്ങുന്നു. സ്കിറ്റ് എന്ന് പറയുന്ന സംഭവം നടക്കുന്ന പോലും ഉറപ്പില്ലാത്തൊരവസ്ഥയിൽ പ്രേംജിയാണ് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് പറഞ്ഞത്. ഇന്നലെ രാവിലെയാണ് ഇതിന്റെ ഒരു ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന പോലും. അതിന്റെ ഒരു സ്ക്രിപ്റ്റ് ഇന്ന് രാവിലെയാണ് റെഡിയാവുന്നത്. സോ ഈ ഒരു ചെറിയ പ്രാക്ടീസ് വെച്ചിട്ട് പ്രേംജി എന്ന ഒറ്റ മനുഷ്യനോട് മാത്രം ഉണ്ടായ ഒരു സ്കിറ്റാണ്. സോ ഓൾ ക്രെഡിറ്റ് ഗോസ് ടു ഹിം. താങ്ക് യു മാഡം. ഇവരെല്ലാവരും നല്ല ആർട്ടിസ്റ്റുകളാണ്. അതുകൊണ്ടാണ് കിട്ടിയ ചെറിയ സമയം കൊണ്ട് ഇത്രയെങ്കിലും ഒപ്പിച്ചത്. ഇവർക്ക് ടൈം കൊടുത്തു കഴിഞ്ഞാൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പറ്റുന്ന ആളുകളാണ്. ഞാനിതിന്റെ പുറകിൽ നിന്നു. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. താങ്ക് യു. താങ്ക് യു.